കുളിച്ച് സെറ്റായി വന്നപ്പോഴാണ് തലേദിവസത്തെ പൊറോട്ട ഉണ്ടല്ലോ എന്നാൽ കൊത്തു പൊറോട്ട ഡിന്നറാക്കി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി കടുക് വറുത്തു. അപ്പോൾ ഈ പാത്രത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ വെജ് ഉണ്ടാക്കി അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഷോട്ടാണ് ആദ്യം എടുത്തത്. പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എണ്ണയും കടുക് ഇടുന്ന ഷോട്ട് കട്ട് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും പച്ചമുളകും കരിവേപ്പിലയും ഉള്ളിയും ഒരു സ്പൂണ് തക്കാളിയും ഒരു സ്പൂണ് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത്. അത് വെജിന് എടുത്തെന്ന് ഓരോ സ്പൂൺ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ 2 മുട്ടയും കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് നുള്ളി വെച്ചിട്ടുള്ളത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഞാൻ ഒരു 3 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വന്നിട്ട് കുരുമുളക് പൊടിയും മാത്രമാണ് പൊടിയായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഞാൻ അത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മുട്ടക്കറിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് വെച്ചൊന്ന് കൊത്തി എടുത്താൽ അടിപൊളി ടേസ്റ്റി കൊത്തു പൊറോട്ട റെഡിയായി. ട്രൈ ചെയ്യണം.